ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാമല്ലേ. അപ്പോൾ അതെ, ഇന്ന് ഞാൻ പുറത്തുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇന്നത് രാവിലെ ഇപ്പോൾ തുടങ്ങുന്നത് ഏകദേശം ഒരു 8 മണി ഒക്കെ ആയ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അടുക്കളയിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല കേട്ടോ, അപ്പൂസ് എണീറ്റിട്ടില്ല, അവന് പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി ശരിക്കും ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ ഈ മുറ്റത്തേക്ക് ഇറങ്ങിയ ടൈമിലൊന്നും ആളെ എണീറ്റിട്ടില്ല. കുക്കർ വിസിലടിച്ചിട്ടും അതുപോലെ മിക്സി ഓൺ ചെയ്തിട്ടൊന്നും ആൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയണ്ടേ, രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഈ മുറ്റമൊക്കെ അടിച്ചു വരുന്നത് കുരുമുളക് കുറച്ച് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 8ൻ്റെ പണി തന്നിട്ടുണ്ട് കേട്ടോ. കുരുമുളകാണെങ്കിൽ നമ്മൾ പറിച്ചിട്ട് ആ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പേപ്പർ ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ട് അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നല്ല, അപ്പൂസ് എണീക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇതൊക്കെ കുരുമുളകൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനതൊക്കെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും എന്തായി, ഫോൺ എവിടെയും വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം അതാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. സംഭവം വേറൊന്നുമല്ല, കുരുമുളകിൽ പൂപ്പൽ വന്നു. എന്താ വെച്ചാൽ വെയിലത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വെച്ചപ്പോൾ പൂപ്പൽ വന്നു. അതുപോലെ അതിലിങ്ങനെ ഈർപ്പം വന്നിട്ട് നനവ് വരില്ലേ, അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പേപ്പറൊക്കെ നനഞ്ഞു, ഈർപ്പം വന്നിട്ട് പേപ്പർ നനഞ്ഞിട്ട് അതവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്തു. ആകെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയിട്ട് രാവിലെ തന്നെ. പിന്നെ ഈ കുരുമുളകാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലാണെങ്കിൽ അതിൻ്റെ ഇലയും തണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നത് പോലെയല്ല, എരിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിൽ അപ്പൂസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് കുടുങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് വേഗം വെയിലത്തേക്ക് ഇടണോട്ടെ. ഇനി നീട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ അതുപോലെ തന്നെ ആ നിലം കേടുവരും ചെയ്യും. പിന്നെ അതുപോലെ ആ ചുമരിൻ്റെ സൈഡിലേക്ക് ഇട്ടതുകൊണ്ട് ആ ചുമരിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഉറുമ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അകത്ത് കൂടെ നമ്മൾ ഉറുമ്പ് കാണില്ല, പക്ഷെ മണ്ണിങ്ങനെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. കല്ലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ വരുന്നുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഓട്ടയെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ രാവിലെയും വൈകുന്നേരം നമുക്ക് അടിച്ച് വാരാൻ പറ്റുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ ഇങ്ങനെ വിരിച്ചിടുന്നത്, വാതിലിൻ്റെ അവിടെയുള്ള കർട്ടൻ ഇങ്ങനെ വിരിച്ചിടുന്നതിന് പകരം ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടു. അതായത് രാത്രി ഉറങ്ങാൻ നേരത്ത് അത് വിരിച്ചിടുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് നീക്കി വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എന്തായെന്ന് അറിയാം, ആ വാതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ മണ്ണിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് പണി കിട്ടി. ആ സൈഡിൽ തന്നെ കൂട്ടിയിട്ടിട്ട് ആ ചുമരിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റിയിട്ട് അടിച്ചു വരാനും പറ്റില്ലല്ലോ, അങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് മനുവാണ് കേട്ടോ. മനു സ്കൂളിൽ പോയിട്ടില്ല, ആൾ റെഡി ആയൊക്കെ നിൽക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആളെ ഞാൻ ഇന്നലെ സോപ്പ് പൊടി വാങ്ങാൻ വിട്ടുപോയി കേട്ടോ. അവർ വന്ന സമയത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വലിയ പാക്ക് മേടിക്കണതാണേ, അത് വിട്ടുപോയി. എന്നിട്ട് ഞാൻ ഇവനെ ഇവിടെ അടുത്ത കടയിലേക്ക് പറഞ്ഞയച്ചിട്ട് 10 രൂപയുടെ പാക്ക് ഉണ്ടാവില്ലേ, അത് അങ്ങനെ ഉജാലയുടെ 10 രൂപയുടെ 2 പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിൽ പോണതിന് മുന്നേ തന്നെ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അവിടെ അങ്ങനെ കൂടി കിടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ചിലപ്പോൾ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും പണി കിട്ടും കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവൻ വൈകുന്നേരം വന്നിട്ട് വാങ്ങിക്കാൻ പോകണമെങ്കിൽ പിന്നെ ആ ഒരു ടൈമിൽ വന്നിട്ട് പിന്നെ അങ്ങനെ അലക്കാൻ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം അലക്കുകയാണെങ്കിലും ഇരുടാവുന്നതിന് മുന്നേ അലക്കുമല്ലോ, 6 മണി ആവുന്നതിന് മുന്നേ അലക്കിയിട്ട്. അപ്പോൾ വന്ന് പോയി കൊണ്ടുവന്ന് പിന്നെ ഞാൻ അലക്കാൻ നിൽക്കുമ്പോഴേക്ക് കുറേ വൈകും കേട്ടോ.
അതുകൊണ്ട് രാവിലെ പറഞ്ഞയച്ചതാണ്. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ച അവന് കുറച്ച് നേരത്തെ പോകും വേണം, 9 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ഞാൻ ആ കുരുമുളകൊക്കെ ഒന്ന് എടുത്തിട്ടു. പിന്നെ അത് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ അപ്പൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിലിങ്ങനെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ നനവൊക്കെ മാറിയതിന് ശേഷം വേണം അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ. ഇച്ചിരി മെനക്കെട്ട പണിയാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇല്ലാത്തവർക്ക് എന്താ അതിങ്ങനെ പറിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും കേട്ടോ. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി കിട്ടി നന്നാക്കി ഉണക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇനി 2, 3, 4, 5 ദിവസം ഇതിങ്ങനെ കൊണ്ടെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് നന്നാക്കി അടിച്ചു വാരി തുടച്ചെടുത്ത് അങ്ങനെ ആക്കി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ആ കടലാസിൻ്റെ അതുണ്ടല്ലോ, അത് ഞാൻ കുറേ ഉരച്ചു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നനച്ചിട്ട് നമ്മൾ മോപ്പോട് തുടക്കില്ലേ, അങ്ങനെ തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് റെഡിയായി എടുക്കണേ. പിന്നെ അങ്ങനെ വെയിലത്തൊക്കെ ഇട്ടു. പിന്നെ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളായതുകൊണ്ട് ആ ഒരു ടൈമിലൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയി അപ്പൂസിൻ്റെ പിന്നാലെ നടക്കലും ഭക്ഷണം കൊടുക്കലും ഫോണിൽ തോണ്ടലും അങ്ങനെ നേരമൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത് വൈകുന്നേരം കാണിക്കണതാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞു. ഒരു ട്രിപ്പൊക്കെ അലക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണങ്ങിയ തുണികളൊക്കെ നമുക്ക് മാറ്റി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊക്കെ എടുക്കൽ തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ അപ്പൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മനു വന്നു കുളിയും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാലരമ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. വന്ന ടൈമിൽ തന്നെ ഒന്നും ബാലരമയിലാണ് ഇരുന്നത്. അപ്പോൾ അതേ ഞാൻ ഈ കുരുമുളകൊക്കെ ഒന്നും ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്ന ആ ഒരു ടൈമിൽ വെള്ളം തെറിച്ച് ഇനി അത് കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് എടുത്തിട്ട് അവിടെ വിരിച്ചു കൊടുത്തതാണ്. പിന്നെ ഒരു പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ തേങ്ങ ഉണക്കാനിട്ട ആ ഒരു ടൈമിൽ ഈ ഒരു പായയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തേങ്ങ ആദ്യം നമ്മൾ മുറ്റത്ത് പായ വിരിച്ചതിന് ശേഷം അതിൽ പേപ്പർ വിരിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പായനെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കാത്തു നിന്നിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ മുറ്റത്ത് നമ്മൾ കഴിഞ്ഞ വർഷം വെയിലുണ്ടായിരുന്നു, തേങ്ങയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നിന്ന് ആ ഒരു ടൈമിൽ നല്ല വെയിലുണ്ടായിരുന്നു. ഈ മുറ്റത്ത് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ ഉണക്കിയിട്ടുണ്ടായിരുന്നത്. ആ ടൈം ആവണേ ഉള്ളൂ കേട്ടോ. 1 മാസം കൂടിയൊക്കെ കഴിഞ്ഞാലേ ഇവിടെ നല്ല വെയിൽ വരുള്ളൂ. ഇപ്പം നമ്മൾ ഈ ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, ആ ചട്ടിയുടെ അവിടെ അത്രയും അങ്ങോട്ട് വെയിലേ വരുള്ളൂ. പിന്നെ കുറച്ച് നേരം മാത്രമേ വെയിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഉള്ള വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കൂട്ടിയിടുമ്പോഴാണല്ലോ പ്രശ്നം. നമ്മൾ പരത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, കാറ്റെങ്കിലും കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ചൂടും കാറ്റൊക്കെ ഒന്ന് തട്ടിക്കോളുമല്ലോ. മറ്റേത് ആ ചൂടിൽ വേർത്തതാണ് അവിടെ കിടന്നിട്ട് ആ കുരുമുളക് കിട്ടും. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അത് പറിച്ചുകൊണ്ട് വന്നത്. ഇനി ഇതിവിടെ എടുത്ത് കേടെടുത്തി കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൂസ് തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ ഈ 3 ദിവസമാണ് ആൾ അംഗനവാടി പോയത് കേട്ടോ. വീണ്ടും പനിയായി. വ്യാഴം, വെള്ളി, ഇത് വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. 2 ദിവസം വിടാൻ പറ്റിയില്ല, ആൾക്ക് പനിയാണ്. ഭയങ്കരമായിട്ട് തല വിയർക്കുന്നുണ്ട്. വെറുതെ നിൽക്കുകയാണെങ്കിൽ കൂടി ആളുടെ തല നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക. അങ്ങനെ ദേ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് നമ്മളങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നേ. അപ്പോൾ അതെടുക്കാൻ പോയ ആ ഒരു ടൈമിൽ